ഹരേ കൃഷ്ണ. നാമജപത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ എന്ന് വിചാരിച്ച് വന്നതാണേ. നമ്മൾ നാമം ജപിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളും നമുക്കുണ്ടാകുന്ന നന്മകളുമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. അത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അത് എത്രത്തോളം വലുതാണ് അതിൻ്റെ ആ ഒരു ഫലം എന്ന് അറിയാൻ കഴിയൂ. നിത്യവും നാമം ജപിക്കുന്നവർക്കറിയാം അതിൻ്റെ ഫലം എത്രത്തോളം ഉണ്ട് എന്ന്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വീടും പരിസരവുമൊക്കെ അടിച്ച് വൃത്തിയാക്കി നമ്മൾ കുളിച്ച് ശുദ്ധവൃത്തി വരുത്തി നിലവിളക്ക് തെളിയിച്ച് അതിൻ്റെ മുന്നിലിരുന്ന് നാമം ജപിക്കണം. ശരിക്കും പറയട്ടെ, നമുക്കപ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ വരുന്നത്. നാരായണീയം, ജ്ഞാനപ്പാന, വിഷ്ണു സഹസ്രനാമ സ്തോത്രം, അതുപോലെ ലളിതാ സഹസ്രനാമ സ്തോത്രം, ഗണപതിയെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ, സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ, മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ, അതുപോലെ ശിവസഹസ്രനാമ സ്തോത്രം, ഇതൊക്കെയുണ്ട്. പിന്നെ സൂര്യദേവനെ നമസ്കരിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ, ഇതൊക്കെ നമുക്ക് ജപിക്കാവുന്നതാണ്. അവനവൻ്റെ ഇഷ്ടദേവതാ സ്തുതികൾ ചൊല്ലിയാലും മതിയാകും. ഇത് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്കുണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു അനുഭവം അത് വളരെ വലുതാണ്. ഇതിനൊക്കെ ശേഷം മാത്രം നമ്മൾ അടുക്കളയിൽ കയറി നോക്കൂ. നമുക്കന്നേരം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഊർജം നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയാണ്. പിന്നെ അന്നേ ദിവസം മുഴുവനും നമുക്ക് വളരെ ആക്റ്റീവായിട്ട് നടക്കുവാനുള്ള ആ ഒരു ഊർജം കൈവരുന്നതാണ്. ഇന്നത്തെ കാലത്ത് വിറകടുപ്പ് കത്തിക്കുന്നവർ വളരെ അധികം വിരളമായേ കാണാറുള്ളൂ. അങ്ങനെയുള്ളവർ സന്ധ്യയ്ക്ക് മുന്നേ തന്നെ അടുപ്പിലെ ചാരം നീക്കം ചെയ്യുക. അതിനുശേഷം അടുപ്പ് ഇരിക്കുന്ന ആ ഒരു ഭാഗം മുഴുവനും വൃത്തിയായി നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക. കൂടാതെ എച്ചിലൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രം സന്ധ്യയ്ക്ക് മുന്നേ തന്നെ അതിലെ എച്ചിൽ ദൂരെ കളഞ്ഞ് അത് കഴുകി വയ്ക്കുക. രാത്രിയിൽ കിടക്കുന്നതിന് മുൻപായി അടുക്കള പൂർണ്ണമായും വൃത്തിയായി എന്ന് ഉറപ്പുവരുത്തുക. അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകാതെ ഒരിക്കലും ഇടരുത്. കാരണം അടുക്കള വൃത്തിഹീനമായി കിടന്നാൽ മഹാലക്ഷ്മി കോപിച്ച് പടിയിറങ്ങി പോകുമെന്നാണ് വിശ്വാസം. രാത്രിയിൽ ജ്യേഷ്ഠാഭഗവതി നമ്മുടെ അടുക്കള സന്ദർശിക്കുമെന്നും ഇത്രയും വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ നീ ഇരിക്കുമല്ലേ എന്ന് പറഞ്ഞ് മഹാലക്ഷ്മിയെ കളിയാക്കുമ്പോൾ മഹാലക്ഷ്മി വീട് വിട്ട് പിണങ്ങിപ്പോകുമെന്നുമാണ് വിശ്വാസം. അതിനാൽ രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുൻപായി അടുക്കള തീർച്ചയായും വൃത്തിയായി വെച്ചിരിക്കണം. രാവിലെ എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ച് നാമജപമൊക്കെ നടത്തിയതിന് ശേഷം അടുക്കളയിലേക്ക് കയറുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, വൃത്തിയായി കിടക്കുന്ന നമ്മുടെ ആ അടുക്കള കൂടി കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ പോസിറ്റീവ് എനർജി ഒന്നുകൂടി വർദ്ധിക്കുവാനേ ഉപകരിക്കൂ. വിറകടുപ്പ് കത്തിക്കുന്നവരാണെങ്കിൽ അത് കത്തിയതിന് ശേഷം അതിനുള്ളിലേക്ക് നെയ്യും ശർക്കരയും തേങ്ങയുടെ ഒരു ചെറിയ പീസും, നെയ്യൊക്കെ ഒരു ശകലം മതി, ഒത്തിരി വേണ്ട, ശർക്കരയും ശകലം മതി, അത്രയും എടുത്ത് ഇത് മൂന്നും കൂടി എടുത്ത് അതിനുള്ളിലേക്കിട്ട് ഒന്ന് കത്തിയതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും ശരിക്കും പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് വ്യാപിക്കും. ഇങ്ങനെ ഒരു 7 ദിവസം ഒന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുണ്ടാകും. നാമജപത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. നാമജപം ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണഫലങ്ങൾ ഏറെയാണ്. ക്ഷേത്രങ്ങളിൽ ഒരു വഴിപാടും ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. നിത്യവും നാമജപം ചെയ്തുകൊണ്ട് ഭഗവാനെ സ്തുതിച്ച് നോക്കൂ. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ നമ്മളെക്കാൾ മുന്നേ നമ്മുടെ കവചമായി നിന്നുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ ഭഗവാൻ കൂടെയുണ്ടാകും. ഈ കലിയുഗത്തിൽ ഈശ്വര ഉപാസനയ്ക്ക് ഏറ്റവും ഫലപ്രദമാണ് നാമജപം. ഭോഗവും ഒടുവിൽ മോക്ഷവും സിദ്ധിക്കുന്നു.
കലിയുഗത്തിൻ്റെ ദുരിതങ്ങൾ തരണം ചെയ്യുവാനുള്ള മാർഗം എന്താണെന്ന് ആരാഞ്ഞ നാരദനോട് ഭഗവാൻ നാരായണൻ്റെ നാമം ജപിക്കുകയാണ് വേണ്ടതെന്ന് ബ്രഹ്മാവ് ഉപദേശിച്ചു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ 16 നാമങ്ങൾ നിത്യവും ഭക്തിപൂർവം ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവുറ്റതാകും. മുജ്ജന്മ പാപങ്ങളാണ് ഈ ജന്മത്തിൽ ഗ്രഹപ്പിഴകളുടെ രൂപത്തിൽ നമ്മെ ബാധിക്കുന്നത്. സർവപാപഹരമായ ഈ നാമം നിത്യവും ജപിച്ചാൽ ഗ്രഹപ്പിഴകളും ഒഴിവാകും. സാധാരണ മനുഷ്യന് അനുഷ്ഠിക്കാവുന്ന ഏറ്റവും സുഗമമായ ഭക്തിമാർഗമാണ് നാമജപം. നാമജപം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളിൽ നിന്നും ഒരു കവചം പോലെ മനുഷ്യർക്ക് ശാന്തി നൽകുന്നു. അതുപോലെ മനസ്സിന് ശുദ്ധി നൽകുന്നതിന് നാമജപം പോലെ ഫലപ്രദമായ മറ്റൊരു മാർഗമില്ല. ചിത്തശുദ്ധി കൈവരിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ഭക്തിപൂർവമായ നാമജപം. നിരന്തരമായ നാമജപം കൊണ്ട് നമ്മുടെ മനസ്സ് നിർമ്മലമാവുകയും അവിടെ ഈശ്വര ചൈതന്യം ഉണരുകയും ചെയ്യുന്നു. നിരന്തരമായ നാമജപത്തിലൂടെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളും പാപങ്ങളുമൊക്കെ മാറി അവിടം നിർമ്മലമാക്കുമ്പോൾ അവിടെ നന്മയും ഈശ്വര ചൈതന്യവും കൂടുതൽ തെളിമയോടെ വിളങ്ങുന്നു. ഈശ്വരനാമം അറിഞ്ഞോ അറിയാതെയോ, ബോധപൂർവമോ അല്ലാതെയോ, ശരിയായോ തെറ്റായോ എങ്ങനെ ജപിച്ചാലും ജപം ഭക്തിപൂർവവും വിശ്വാസപൂർവവുമായാൽ അതിന് ഉദ്ദിഷ്ടഫലം സിദ്ധിക്കുന്നു. ഈശ്വരനാമത്തിൻ്റെ ശക്തി ആർക്കും നിർവചിക്കുവാനോ അളക്കുവാനോ സാധിക്കുകയില്ല. അതിൻ്റെ അത്ഭുതകരമായ ഫലദാനശേഷി ആർക്കും അളക്കുവാൻ സാധിക്കില്ല. ഈശ്വരനാമജപം പാപങ്ങളെയെല്ലാം നശിപ്പിച്ച് കളയുന്നു. നിത്യവും ഈശ്വരനാമം ജപിക്കുന്നവൻ അതിദിവ്യനായ അഗ്നിശുദ്ധിയെയാണ് കൈവരിക്കുന്നത്. അത് നമ്മിലുള്ള ദുർവാസനകളെ എല്ലാം നശിപ്പിക്കുന്നു. നിത്യേനയുള്ള നാമജപത്തിലൂടെ സമസ്ത പാപങ്ങളും നശിക്കുന്നു. അതോടെ നമ്മുടെ സമസ്ത ദുഃഖങ്ങൾക്കും ശാന്തി ലഭിക്കുന്നു. ഹരേ കൃഷ്ണ.